നമസ്കാരം. വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, കണ്ണൂർ ജില്ലയിലെ പെരുമ്പ, മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ യെല്ലോ അലർട്ട് നൽകി. നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ ഒരു മരണം, 3 ജില്ലകളിൽ റെഡ് അലർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പാലക്കാട് തേങ്കുറിശ്ശിയിൽ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ടയാൾ മരിച്ചു. തേങ്കുറിശ്ശി സ്വദേശി രമേശാണ് മരിച്ചത്. മീൻ പിടിക്കാൻ ഇറങ്ങവെയാണ് അപകടമുണ്ടായത്. നല്ല ഒഴുക്കുണ്ടായിരുന്നു. കോട്ടയത്ത് ബേക്കറിയിൽ ജോലി ചെയ്യുന്ന രമേശ് അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഇന്ന് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2333.62 അടിയായി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3 അടി വെള്ളം ഡാമിലേക്കെത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 118.10 അടിയാണ്. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ സംഭരണശേഷി 192 മീറ്ററാണ്. 192.63 മീറ്ററായി ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറന്നത്. ജാഗ്രത പാലിക്കാൻ അധികൃതരുടെ നിർദ്ദേശം. കനത്ത മഴയിൽ ഇന്നും സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. കോഴിക്കോട് ട്രാക്കിലേക്ക് മരം വീണതോടെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള മിക്ക ട്രെയിനുകളും വൈകി. ശബരി, ഗരീബ് രഥ്, അഹല്യനഗരി എക്സ്പ്രസ് ട്രെയിനുകൾ റദ്ദാക്കി. തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത്, നേത്രാവതി, പരശുറാം, വിവേക് എക്സ്പ്രസ് ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. അടിമാലി കുമളി ദേശീയപാതയിൽ കരിമ്പൻ ചുരുളിക്ക് സമീപം മണ്ണിടിഞ്ഞു. രാത്രി 2 മണിയോടെയായിരുന്നു മണ്ണിടിഞ്ഞത്. പുലർച്ചെ 4 മണിയോടെ ഇടുക്കിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘമെത്തി മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആലപ്പുഴ രാമപുരം കൂത്താട്ടുകുളം റോഡിൽ മരം വീണ് ഗതാഗത തടസ്സം. അമനക്കരയ്ക്ക് സമീപമാണ് പാലമരം റോഡിലേക്ക് കടപുഴകി വീണത്. കൂത്താട്ടുകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ മരം മുറിച്ചു നീക്കി. രാമപുരം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇടുക്കി പൂപ്പാറ മൂലത്തറയിൽ മരം വീണ് കൊച്ചി ധനുഷ്കോടി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി തുടരുകയാണ്. കൊല്ലത്ത് കനത്ത മഴയിൽ വ്യാപക നാശം. പട്ടാഴിയിൽ ഒടിഞ്ഞ മരം മുറിക്കുന്നതിനിടെ മരച്ചില്ല വീണ് ഗൃഹനാഥൻ മരിച്ചു. തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളിയുടെ ശരീരത്തിലേക്ക് മരച്ചില്ല വീണ് ഗുരുതര പരിക്കേറ്റു. വീടുകൾക്കും നാശമുണ്ട്. മൈനാഗപ്പള്ളി, പോരുവഴി, പടിഞ്ഞാറെ കല്ലട, ശൂരനാട് എന്നിവിടങ്ങളിലാണ് വീട് തകർന്നത്. 2 വീടുകൾ പൂർണ്ണമായും 42 വീടുകൾ ഭാഗികമായും തകർന്നു. കൊല്ലം പള്ളിമുക്ക് അയത്തിൽ റോഡിൽ മരം കടപുഴകി വീണു. എഴുകോണും ചടയമംഗലത്തും വ്യാപക കൃഷിനാശം. കുളത്തൂപ്പുഴ അമ്പലക്കടവ് പാലം നിർമ്മാണത്തിനു വേണ്ടി ആറ്റിൽ മണ്ണിട്ട് നിർമ്മിച്ച തടയണ ഒലിച്ചുപോയി. ആയൂർ അകമൺ ഭാഗത്ത് MC റോഡിന്റെ വശമിടിഞ്ഞ് തോട്ടിലേക്ക് വീണു. കാസർഗോഡ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വിള്ളൽ. അപകട സാധ്യത കണക്കിലെടുത്ത് ബസ് സ്റ്റാൻഡിലെ പ്രവേശന കവാടം അടച്ചു. ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് ആളുകൾ തങ്ങരുതെന്ന് നിർദ്ദേശം. തിരുവനന്തപുരം കാഞ്ഞിരംകുളം കൈവംവിളയിൽ ബൈപ്പാസ് സർവീസ് റോഡിൽ മഴ മൂലം കടുത്ത യാത്രാ പ്രതിസന്ധി. വെള്ളക്കെട്ടും ചെളിയും അടിഞ്ഞതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി. ഇടറോഡുകളിൽ നിന്ന് ബൈപ്പാസിൽ പ്രവേശിക്കാനുള്ള വഴികളായതിനാൽ വലിയ തിരക്കാണ് സർവീസ് റോഡുകളിൽ അനുഭവപ്പെടുന്നത്.
കോതമംഗലത്ത് ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് വീട് തകർന്നു. വാരപ്പെട്ടി പിടവൂരിന് സമീപമാണ് സംഭവമുണ്ടായത്. പിടവൂർ മംഗലത്ത് ഷമീറിന്റെ വീടാണ് തകർന്നത്. ഷമീറും കുടുംബവും ആശുപത്രിയിൽ പോയ സമയത്താണ് അപകടമുണ്ടായത്. ഷീറ്റ് മോഡും ഉപയോഗിച്ച് മേഞ്ഞിരുന്ന വീടിന്റെ മേൽക്കൂരയും പൂർണ്ണമായി തകർന്നു. ഉടമയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് വാർഡ് മെമ്പർ KM സെയ്ദ് ആവശ്യപ്പെട്ടു. ശക്തമായ മഴയിൽ ഒറ്റപ്പെട്ട് കാസർഗോഡ് ഉദിനൂർ മുതിരക്കോവിലിലെ കുടുംബങ്ങൾ. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 17 ലക്ഷം രൂപ ചെലവിൽ 3 മാസം മുൻപ് ഇവിടെ കോൺക്രീറ്റ് റോഡ് പണിതിരുന്നു. റോഡിന്റെ താഴ്ചയുള്ള ഭാഗങ്ങളിൽ വെള്ളം കടന്നുപോകാൻ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടില്ല. തിരുവനന്തപുരം മലയോര മേഖലയിൽ മഴ ശക്തം. വേങ്ങാനൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വേങ്ങാനൂർ ജംഗ്ഷനിലെ പഞ്ചായത്ത് കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കിണറിന് സമീപത്തുള്ള വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലാണ്. കൊല്ലത്ത് കടലിൽ കിടന്ന തടിക്കഷ്ണങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഹാർബറിലെത്തിച്ചു. മത്സ്യബന്ധനത്തിന് പോയ ചെറുവള്ളങ്ങളിൽ തടിക്കഷ്ണങ്ങൾ വന്നിടിച്ചിരുന്നു. കടലിൽ താഴ്ന്നുപോയ കപ്പലിൽ നിന്നോ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ നിന്നോ ഉള്ള തടിക്കഷ്ണങ്ങളാകാമെന്നാണ് പ്രാഥമിക നിഗമനം. തടിക്കഷ്ണങ്ങൾ വന്നിടിച്ചതോടെ ചെറുവള്ളങ്ങൾക്കും ബോട്ടുകൾക്കും തകരാർ സംഭവിച്ചതായും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. എറണാകുളം ഗിരിനഗറിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ സീലിംഗ് തകർന്നു വീണ് 4 കുട്ടികൾക്ക് പരിക്കേറ്റു. കുട്ടികളുടെ പരിപാടി നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുനമ്പം വഖഫ് കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്ത മാസം 17ലേക്ക് മാറ്റി. മുനമ്പം നിവാസിയുടെ കക്ഷി ചേരാനുള്ള അപേക്ഷയും വഖഫ് സംരക്ഷണ വേദിയുടെ അപേക്ഷയും അന്ന് പരിഗണിക്കും. മുനമ്പം നിവാസികളായ 4 പേർ പുതുതായി ഹർജി നൽകി. വഖഫ് ബോർഡിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ഹർജി. തിരുവനന്തപുരം വക്കത്ത് കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യ. വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ, ഭാര്യ ഷീജ, 2 ആൺമക്കളുമാണ് മരിച്ചത്. കടബാധ്യതയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. കണ്ടെയ്നറുകളിൽ 2 എണ്ണം 5 തെങ്ങ് തീരത്തടിഞ്ഞു. പുലർച്ചെ മത്സ്യത്തൊഴിലാളികളാണ് തീരത്ത് കണ്ടെയ്നറുകൾ കണ്ടെത്തിയത്. പോലീസിന്റെയും നിർദ്ദേശമുണ്ടായിരുന്നതിനാൽ തൊഴിലാളികൾ സമീപത്തേക്ക് പോകാതെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വർക്കല പാപനാശം തീരത്തും മാന്തറയിലും കണ്ടെയ്നറുകൾ അടിഞ്ഞു. മാന്തറ തീരത്ത് അടിഞ്ഞത് ഒഴിഞ്ഞ കണ്ടെയ്നറാണ്. പാപനാശത്ത് ബലിമണ്ഡപത്തിന് സമീപം അടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് ചാക്കുകെട്ടുകൾ പുറത്തേക്ക് വീണ അവസ്ഥയിൽ. ഇതിൽ നിന്ന് ഉപ്പ് പോലുള്ള പദാർത്ഥം തീരത്ത് വ്യാപിച്ചു. IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സുഗാൻ സുരേഷിന്റെ നിർണായക വാട്സാപ്പ് സന്ദേശം ന്യൂസ് 18. IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയതിന് ദിവസങ്ങൾക്ക് മുൻപ് യുവതിയുടെ അമ്മയുടെ ഫോണിലേക്ക് സുഗാന്ത് അയച്ച സന്ദേശമാണ് പോലീസ് വീണ്ടെടുത്തത്. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ യുവതിയോട് പലതവണ ആവശ്യപ്പെട്ടു. വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ നിലവിലെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. കൌൺസിലിംഗിനോ തെറാപ്പിക്കോ വിധേയയാക്കാൻ യുവതിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് സുഗാന്ത്. സുഗാൻ സുരേഷിനെ വിശദമായ ചോദ്യം ചെയ്യലിനായി പേട്ട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇന്നലെ രാത്രി വൈകി കൊച്ചിയിൽ നിന്ന് പേട്ട പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ അന്വേഷണ സംഘം ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കും. PV അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ്. അൻവറിനെ ഘടകകക്ഷിയാക്കുന്നതിലും UDF-ൽ പുനരാലോചന. ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കാനാണ് അൻവറിന്റെ തീരുമാനം. 2 ദിവസത്തിനകം തീരുമാനം വേണമെന്ന് തൃണമൂൽ. മുസ്ലിം ലീഗുമായി ചർച്ച നടത്തി PV അൻവർ. നിലവിലെ സാഹചര്യം PK കുഞ്ഞാലിക്കുട്ടിയെ ധരിപ്പിച്ചു. UDF പ്രവേശനം വൈകുന്നതിൽ അതൃപ്തി. PV അൻവറുമായി സമവായത്തിലെത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അൻവർ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. ആര്യാടൻ ഷൌക്കത്തിനെ അൻവർ പഠിക്കുമെന്ന് പറഞ്ഞത് നല്ല കാര്യമാണ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളാണ് അൻവർ ഉയർത്തിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം താൻ അൻവറിനോട് സംസാരിച്ചിട്ടില്ലെന്നും K സുധാകരൻ സംസാരിച്ചിരുന്നതായും സണ്ണി ജോസഫ് പറഞ്ഞു. PV അൻവറിനെതിരെ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ന്യൂസ് 18നോട് അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു.
UDF-മായി ചേർന്നു പോകാൻ തീരുമാനിച്ചവർ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം പരാമർശം നടത്തിയതെന്ന് അറിയില്ല. അൻവർ സ്വതന്ത്രനായി മത്സരിച്ച് LDF-നെതിരായ പോരാട്ടത്തെ ദുർബലമാക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ. VS ജോയ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാതൃകയാണെന്നും AP അനിൽകുമാർ. നിലമ്പൂരിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് VS ജോയ്. സ്ഥാനാർത്ഥിയുമായി ഒരു തരത്തിലുള്ള ഭിന്നതയുമില്ല. അൻവറുമായുള്ള പ്രശ്നങ്ങൾ നേതൃത്വം പരിഹരിക്കുമെന്നും ജോയ്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പ്രചാരണം തുടങ്ങി. പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയാണ് പ്രചാരണം തുടങ്ങിയത്. നിലമ്പൂരിൽ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മത്സരത്തിനിറങ്ങുന്നതെന്ന് ആര്യാടൻ ഷൌക്കത്ത്. സംസ്ഥാന സർക്കാരിനെതിരെ UDF-ഉം PV അൻവറും ഉന്നയിക്കുന്നതെല്ലാം ഒരേ കാര്യങ്ങളാണ്. അൻവർ അത് മനസ്സിലാക്കി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആര്യാടൻ ഷൌക്കത്ത് ന്യൂസ് 18നോട് പറഞ്ഞു. PV അൻവറിന്റെ പാർട്ടിയെ മുന്നണിയിലെടുക്കാൻ പ്രാഥമിക ചർച്ച നടത്തുന്നുണ്ടെന്നും പോസിറ്റീവ് തീരുമാനമുണ്ടാകുമെന്നും VM സുധീരൻ. UDF-ന് നിർത്താൻ കഴിയുന്ന മികച്ച സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൌക്കത്ത്. ചരിത്ര വിജയം നേടുമെന്നും VM സുധീരൻ. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം കാത്ത് കെട്ടിക്കിടക്കേണ്ട ഗതികേടിലാണ് പ്രവർത്തകരെന്ന് PC വിഷ്ണുനാഥ്. UDF-ൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ഇടതുപക്ഷം നോക്കുന്നത്. UDF-ന് തിരിച്ചുപിടുത്തത്തിന്റെ തുടക്കമാണ് നിലമ്പൂരെന്നും PC വിഷ്ണുനാഥ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ UDF പ്രചാരണത്തിലേക്ക്. UDF നേതൃയോഗം നിലമ്പൂരിൽ ചേരും. ഇടതുമുന്നണിയിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഊർജിതമാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ചേരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സ്ഥാനാർത്ഥി നിർണയത്തിനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരെ പരിഗണനയിൽ. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പരിഹാസവുമായി KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. കഴിഞ്ഞ 3 മാസത്തോളം ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് സാവകാശം കിട്ടിയിട്ടും LDF-ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകുന്നില്ലെന്നാണ് പരിഹാസം. UDF-ന് തികഞ്ഞ വിജയപ്രതീക്ഷയെന്നും അനിൽകുമാർ. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ. പിണറായി സർക്കാരിന്റെ 9ാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ജീവചരിത്രവുമായി പിണറായി ദ ലെജൻഡ് പൂർത്തിയായി. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഡോക്യുമെന്ററി ഒരുക്കുന്നത്. 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി മുഖ്യമന്ത്രിയുടെ ജീവചരിത്രവും ജീവിതവും ഇഴചേർത്താണ് ഒരുക്കിയിരിക്കുന്നത്. അൽതാഫ് റഹ്മാനാണ് സംവിധായകൻ. നാളെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉൾപ്പെട്ട മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ വിചാരണ കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. റിവിഷൻ ഹർജിയിൽ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും. ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസിന്റെ വിരമിക്കലാനുകൂല്യം തടഞ്ഞത് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ A മുഹമ്മദ് മുഷ്താഖ്, P കൃഷ്ണകുമാർ എന്നിവർ ഉൾപ്പെട്ട
ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സിസ തോമസിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചതിൽ സർക്കാർ ഇന്ന് വിശദീകരണം നൽകിയേക്കും. സിസ തോമസിന്റെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞതിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് സർക്കാർ കാരണം വ്യക്തമാക്കുന്നത്. ടൊവിനോ ചിത്രത്തെ പ്രകീർത്തിച്ച് പോസ്റ്റർ ഇട്ടതിന്റെ പേരിൽ മർദ്ദിച്ചെന്ന മാനേജറുടെ പരാതിയിൽ ഉണ്ണി മുകുന്ദനെതിരെ കേസ്. കോട്ടയം സ്വദേശി വിപിന്റെ പരാതിയിലാണ് നടപടി. ഉണ്ണി മുകുന്ദൻ മാനേജറുടെ കരണത്തടിച്ചതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്ന മാനേജറുടെ പരാതിയിൽ വിശദീകരണം ആവശ്യപ്പെട്ട് അമ്മ. മറുപടി നൽകാതെ ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുക്കുന്നില്ലെന്ന് താരസംഘടന. കൊച്ചിയിൽ ലഹരി മാഫിയയിലെ പ്രധാനി പിടിയിൽ. കൊച്ചി സ്വദേശി റിയാസ്, മുഹമ്മദ് ഹനീഫ എന്നിവരാണ് പിടിയിലായത്. 51 ഗ്രാം MDMAയും ഇയാളിൽ നിന്ന് പിടികൂടി. ആലുവയിലും പാലാരിവട്ടത്തും നിരവധി കേസുകളിൽ പ്രതിയാണ് റിയാസ്. ഇടപ്പള്ളിയിൽ നിന്നാണ് പ്രതിയെ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 13.5 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കാറിൽ കഞ്ചാവ് കടത്തുകയായിരുന്നു. നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതികളായ ബെല്ലാരി സുനി, പട്ടർ പ്രശാന്ത്, രാജേഷ് എന്നിവരാണ് കസ്റ്റഡിയിലായത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. നിലവിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന അഫാൻ അബോധാവസ്ഥയിലാണ്. തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിനിടെ കഴുത്തിലെ ഞരമ്പുകൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലും 3-4 മാസത്തെ ചികിത്സ വേണ്ടിവരുമെന്നും ഡോക്ടർമാർ. മലപ്പുറം കാളികാവിലെ ആളെക്കൊല്ലി കടുവ 12ാം ദിവസവും കാണാമറയത്ത് തന്നെ. കനത്ത മഴ കാരണം കടുവ അധികം സഞ്ചരിക്കുന്നില്ലെന്നാണ് ദൌത്യസംഘത്തിന്റെ നിഗമനം. പുതിയ ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. വനംവകുപ്പ് സ്ഥാപിച്ച എല്ലാ ക്യാമറകളും പരിശോധിച്ചു. RRT സംഘം ആർത്തല എസ്റ്റേറ്റിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പാർലമെന്ററി പ്രതിനിധി സംഘം ഇന്ന് പനാമ സന്ദർശനം ആരംഭിക്കും. 3 ദിവസത്തെ സന്ദർശന വേളയിൽ പ്രതിനിധി സംഘം പനാമയിലെ രാഷ്ട്രീയ നേതൃത്വവുമായും കൂടിക്കാഴ്ച നടത്തും. മാധ്യമങ്ങൾ, ഇന്ത്യൻ സമൂഹം എന്നിവരുമായും സംഘം സംവദിക്കും. ഇന്ത്യയുമായുള്ള ബന്ധം കരുത്തുറ്റതെന്ന് ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ. ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നയതന്ത്ര സംഘത്തിന്റെ സന്ദർശനത്തിന് ശേഷമായിരുന്നു പ്രതികരണം. ഭീകരവാദം മാനുഷികതയ്ക്ക് എതിരാണ്. സുരക്ഷാ കൌൺസിൽ വികസിപ്പിക്കണമെന്ന ആവശ്യത്തെ ഗയാന പിന്തുണയ്ക്കുന്നതായും പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച് പാകിസ്ഥാൻ. കശ്മീർ, ഭീകരവാദം, ജലം പങ്കിടൽ, വ്യാപാരം തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇന്ത്യയുമായി സമാധാന ചർച്ചകൾ നടത്താൻ തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ഇറാൻ സന്ദർശനത്തിനിടെ സംയുക്ത പ്രസ്താവനയിലാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതിന് CRPF ഉദ്യോഗസ്ഥനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. മോത്തിറാം ജാട്ട് എന്ന ജവാനാണ് അറസ്റ്റിലായത്. ഇയാൾ ചാരവൃത്തിയിൽ സജീവമായി ഏർപ്പെട്ടിരുന്നുവെന്നും 2023 മുതൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർമാരുമായി പങ്കുവച്ചിരുന്നുവെന്നും NIA. കർണാടകയിലെ കലബുർഗി ജില്ലാ കളക്ടർക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ BJP MLC N രവികുമാറിന് എതിരെ പോലീസ് കേസ്. ജില്ലാ കളക്ടർ ഫൗസിയ താരാമിനെതിരെയാണ് രവികുമാർ പാകിസ്ഥാൻ പരാമർശം നടത്തിയത്. കളക്ടർ പാകിസ്ഥാനിൽ നിന്നാണോ അതോ ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥയാണോ എന്നാണ് രവികുമാർ പറഞ്ഞത്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് US-ലേക്ക്. ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് വിക്രം മിശ്രിയുടെ സന്ദർശനം. US പ്രതിനിധികളുമായി മിശ്രി കൂടിക്കാഴ്ച നടത്തും. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷമുള്ള സാഹചര്യം വിക്രം മിശ്രി വിശദീകരിക്കും. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് സോണിയാഗാന്ധി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പൂക്കളർപ്പിച്ചു. ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് നെഹ്റുവെന്നും നെഹ്റുവില്ലാത്ത 21ാം നൂറ്റാണ്ടിനെക്കുറിച്ച് സങ്കല്പിക്കാനാകില്ലെന്നും ഖാർഗെ. ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്തെ സജീവ കോവിഡ് ബാധിതരുടെ എണ്ണം 1000 കടന്നു. ഇന്നലെ കേസുകൾ 1009-ലെത്തി. ഈ മാസം 7 പേർ മരിച്ചു. 19 ദിവസത്തിനു ശേഷം 6 ദിവസത്തിനിടെ രാജ്യത്ത് കൂടിയത്
752 കേസുകളാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഏറ്റവും അധികം സജീവ കേസുകൾ കേരളത്തിലാണ് 430. ഇതിൽ 355 കേസുകളും കഴിഞ്ഞ 6 ദിവസത്തിനിടെയാണുണ്ടായത്. സംസ്ഥാനത്ത് 2 പേർ മരിച്ചു. മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്ത്. 209 അവിടുത്തെ കണക്ക്. ഇതിൽ 153 എണ്ണവും ഒരാഴ്ചക്കിടെയാണ്. ഒഡീഷയിൽ ബോട്ട് മറിഞ്ഞു. സൌരവ് ഗാംഗുലിയുടെ സഹോദരൻ സ്നേഹാശിഷ് ഗാംഗുലിയും ഭാര്യ അർപ്പിതയും സഞ്ചരിച്ച സ്പീഡ് ബോട്ടാണ് മറിഞ്ഞത്. ഇരുവരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അവധി ആഘോഷിക്കാൻ ഒഡീഷയിലെ പുരിയിലെത്തിയതായിരുന്നു ഇരുവരും. കടലിൽ ചില കായിക വിനോദങ്ങൾ ആസ്വദിക്കുന്നതിനിടെയാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടത്. ബോട്ട് തലകീഴായി മറിഞ്ഞുകിടക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അസം PCC പ്രസിഡന്റായി ഗൌരവ് ഗൊഗോയെ പ്രഖ്യാപിച്ചു. വർക്കിംഗ് പ്രസിഡന്റുമാരായി ജാക്കിർ ഹുസൈൻ സിക്ദർ, റോസലീന ടിർക്കി, പ്രദീപ് സർക്കാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നേതൃമാറ്റം. വിവിധ സബ് കമ്മിറ്റികളുടെ കൺവീനർമാരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒഡീഷയിൽ വൈദികരെ ആക്രമിച്ച് കൊള്ളയടിച്ചു. ചാർബത്തിയിലെ കാർമൽ നികേതനിലെത്തിയ 9 പേരടങ്ങുന്ന സംഘമാണ് 2 വൈദികരെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തത്. വസതിയിൽ അതിക്രമിച്ചു കടന്ന സംഘം ആദ്യം പണം ആവശ്യപ്പെടുകയും പിന്നീട് വടികൾ കൊണ്ട് മർദ്ദിക്കുകയുമായിരുന്നു. മൊബൈൽ ഫോണുകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്നു. ഹരിയാനയിലെ പഞ്ച്കുലയിൽ ഒരു കുടുംബത്തിലെ 7 പേരെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരാഖണ്ഡ് സ്വദേശി പ്രവീൺ മിത്തലിനെയും കുടുംബത്തെയുമാണ് സെക്ടർ 27-ൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമുണ്ടായ കൂട്ട ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. മഹാരാഷ്ട്രയിലെ ധുലെ സോളാപൂരിൽ ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. ഡിവൈഡറിൽ ഇടിച്ച SUV നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. വാഹനത്തിൽ നിന്നിറങ്ങിയ 6 പേരുടെയും ഇടയിലേക്ക് അമിത വേഗതയിൽ വന്ന ട്രക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 6 പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഉദ്ഘാടന ചടങ്ങിനിടെ പുത്തൻ യുദ്ധക്കപ്പൽ കടലിൽ മുങ്ങിയ സംഭവത്തിൽ ഉത്തര കൊറിയയിൽ 4 പേർ അറസ്റ്റിൽ. വർക്കേഴ്സ് പാർട്ടിയുടെ വ്യവസായ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ റീ ഹ്യോങ് സൺ ആണ് അറസ്റ്റിലായ 4ാമത്തെയാൾ. രാജ്യത്തിന് തന്നെ വലിയ അപമാനമുണ്ടാക്കിയ ക്രിമിനൽ കുറ്റത്തിന് റീ ഹ്യോങ് സൺ പ്രധാന ഉത്തരവാദിയാണെന്ന് ഉത്തര കൊറിയൻ ഔദ്യോഗിക മാധ്യമ ഏജൻസി KCNA. കുടിയേറ്റം സംബന്ധിച്ച ഉപദേശം തേടിക്കൊണ്ട് സർക്കാർ അയക്കുന്ന ഇമെയിലുകൾ താൻ സ്പാമായാണ് കാണുന്നതെന്നും ഒന്നുപോലും തുറന്നു നോക്കാറില്ലെന്നും ന്യൂസിലൻഡിലെ കുടിയേറ്റ വകുപ്പ് മന്ത്രി എറിക്ക സ്റ്റാൻഫോർഡ്. പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം. മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ന്യൂസിലൻഡിലെ ഇന്ത്യൻ വംശജരായ MP പ്രിയങ്ക രാധാകൃഷ്ണൻ രംഗത്ത്. ഒരു പ്രദേശത്തു നിന്നുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് MP. വിസ തട്ടിപ്പ് നടത്തിയ 2 പാക് പൌരന്മാർ അമേരിക്കയിൽ അറസ്റ്റിൽ. അബ്ദുൽ ഹാദി മുർഷിദ്, മുഹമ്മദ് സൽമാൻ നസീർ എന്നിവരാണ് അറസ്റ്റിലായത്. US-ൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു പണം തട്ടിയെടുത്തത്. ഇരുവരെയും FBI ഉദ്യോഗസ്ഥരാണ് അറസ്റ്റ് ചെയ്തത്. IPL പഞ്ചാബ് കിങ്സ് ക്വാളിഫയറിന് യോഗ്യത നേടി. മുംബൈ ഇന്ത്യൻസിനെ പഞ്ചാബ് 7 വിക്കറ്റിന് തകർത്തു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 7 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ പഞ്ചാബ് 187 റൺസ് നേടി ലക്ഷ്യം കണ്ടു. ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 19 പോയിന്റുമായി പഞ്ചാബ് 1-ാം സ്ഥാനത്ത്. ഡിസംബറിൽ 1 മുതൽ 18 വരെ ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ ആതിഥേയർക്ക് ശക്തരായ എതിരാളികൾ. ഗ്രൂപ്പ് എയിൽ ഖത്തറിനൊപ്പം തുനീഷ്യയും പ്ലേ ഓഫ് വഴിയെത്തുന്ന 2 ടീമുകളുമാണ് കളിക്കുക. ഉദ്ഘാടന മത്സരത്തിൽ ഖത്തറിന്റെ എതിരാളി ഫലസ്തീനാകാനുള്ള സാധ്യത കൂടുതലാണ്. യോഗ്യതാ മത്സരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഫലസ്തീൻ ലിബിയയെ തോൽപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയ ലിവർപൂളിന്റെ കിരീടാഘോഷങ്ങൾക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം. കുട്ടികൾ ഉൾപ്പെടെ 50ഓളം പേർക്ക് പരിക്കേറ്റു. വാട്ടർ സ്ട്രീറ്റിംഗ് സമീപത്ത് വെച്ചാണ് കാർ ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറിയത്. കാറിന്റെ ഡ്രൈവറായ 53-കാരൻ അറസ്റ്റിലായി. പ്രീമിയർ ലീഗ് വിജയം ആഘോഷിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയപ്പോഴായിരുന്നു സംഭവം. ഓപ്പൺ ആർട്ട് ക്രിയേഷൻസിന്റെ ബാനറിൽ ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി ബിനുൻ രാജ് സംവിധാനം ചെയ്യുന്ന ഒരു വടക്കൻ തേരോട്ടം എന്ന ചിത്രത്തിന്റെ ടീസർ സരിഗമ മ്യൂസിക് പുറത്തിറക്കി.
ധ്യാനിനൊപ്പം മലയാളത്തിലെയും തമിഴിലെയും നിരവധി താരങ്ങൾ ചിത്രത്തിലുണ്ട്. ഹിറ്റ് മേക്കർ ബേണിയും മകൾ ടാർസനും ചേർന്നാണ് ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. നമസ്കാരം.